അസ്സലാമു അലൈക്കും. നമ്മുടെ ഏത് കാര്യമാണെങ്കിലും അത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ പെട്ടെന്ന് അല്ലെങ്കിൽ ഏറ്റവും വേഗത്തിൽ തന്നെ എത്തിക്കാൻ കഴിവുള്ള അസ്മാഉൽ ഹുസ്നയിലെ ഒരു ഇസ്മിനെ പറ്റിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. നമ്മൾ ദുആ ചെയ്യുമ്പോൾ 3 തവണ പ്രധാന കാര്യം ആവർത്തിക്കുക. ഭക്തിയോടെയും താഴ്മയോടെയും ആവുക. ഏതൊരു കാര്യം ചെയ്താലും സ്വലാത്ത് കൊണ്ട് തുടങ്ങുകയും അവസാനിപ്പിക്കുകയും ചെയ്യുക. ദുആക്ക് മുമ്പ് തൗബ ചെയ്യുക. പൊരുത്തപ്പെടിയിക്കേണ്ടത് പൊരുത്തപ്പെടിയിക്കുകയും ചെയ്യുക. ദുആ അല്ലാതെ വിധിയെ മാറ്റിമറിക്കുന്ന ഒന്നുമില്ല. ആപത്തുകളെ തടയാനും അല്ലാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാനും ദുആ കാരണമാണ്. മനസ്സിലെ ഏത് കാര്യങ്ങളും നേരായ മാർഗത്തിലൂടെ ഉയർച്ചയിലെത്തിക്കുന്ന ഇസ്മ്. അതായത് നമ്മൾ പഠിക്കുന്ന കാര്യത്തിലായിരുന്നാലും ജോലിയുടെ കാര്യത്തിലായിരുന്നാലും സമ്പത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും ബിസിനസ്സിൻ്റെ കാര്യമാണെങ്കിലും വിവാഹ കാര്യമായിരുന്നാലും വീടിൻ്റെ കാര്യത്തിലായിരുന്നാലും ഗൾഫ് യാത്ര കാര്യമായിരുന്നാലും ഇതുപോലെയുള്ള എല്ലാ ഹലാലായ കാര്യമായിരുന്നാലും ഈ ഇസ്മ ചൊല്ലി പ്രാർത്ഥിച്ചാൽ ആ ആഗ്രഹം നടക്കുക തന്നെ ചെയ്യും. ഈ ഇസ്മ ആരെങ്കിലും ചൊല്ലിയാൽ നമ്മൾ ആഗ്രഹിച്ച കാര്യത്തിൽ ഭാഗ്യങ്ങൾ തെളിഞ്ഞു വരും. അതുപോലെ ആ കാര്യത്തിൽ നേട്ടമുണ്ടാകും, വിജയമുണ്ടാകും, ഉയർച്ച ഉണ്ടാകും. ഈ ഇസ്മ ചൊല്ലിയാൽ എല്ലാ കാര്യങ്ങളും എളുപ്പമായി തീരും. അതുപോലെ എല്ലാ പ്രശ്നങ്ങളും നീക്കപ്പെടും. ഏത് കാര്യത്തിലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സംശയം വന്നാൽ ഈ ഇസ്മിനെ ചൊല്ലിയാൽ മതി. ഇത്രയും മഹത്വമേറിയ ഇസ്മ ഏതാണെന്നറിയണ്ടേ? യാ റഷീദു യാ അല്ലാ, നേർമാർഗം കാണിക്കുന്നവനെ എന്നാണ് അർത്ഥം. ഈ ഇസ്മ ചൊല്ലുന്നവർക്ക് നല്ല കാര്യങ്ങൾ ചിന്തിക്കുവാനും നല്ലത് പ്രവർത്തിക്കാനും കഴിയും. അതുപോലെ നമ്മുടെ മനസ്സിലുള്ള എല്ലാ തിന്മകളും മാറും. മറ്റുള്ളവരോടുള്ള ദേഷ്യവും പകയും ഒഴിവാകും. അവർ നന്നാവരുത് എന്ന ചിന്തയും മാറും. അതുപോലെ ഈ ഇസ്മ ചൊല്ലിയാൽ നമുക്ക് കൃത്യമായി നമസ്കരിക്കാനും ഖുർആൻ ഓതുവാനും ദിക്ർ എടുക്കുവാനും നേരായ വഴിയിൽ നടക്കുവാനും ഈ ഇസ്മ സഹായിക്കും. നമ്മുടെ ആഗ്രഹങ്ങൾ എത്രയും പെട്ടെന്ന് നടന്നു കിട്ടാൻ ഇശാ നിസ്കാരം കഴിഞ്ഞ് ഈ ഇസ്മിനെ 1000 വട്ടം ചൊല്ലിയ ശേഷം ദുആ ചെയ്യുക. ഇങ്ങനെ നിത്യവും 11 ദിവസം ഓതിയാൽ ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് ഏറ്റവും വേഗത്തിൽ തന്നെ ആ കാര്യം നടന്നു കിട്ടും. ഇനി 1000 വട്ടം ചൊല്ലി തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ 100 വട്ടം ഇശാ നിസ്കാരത്തിന് ശേഷം ചൊല്ലാം. അശ്രദ്ധമായ കൽബിൽ നിന്നുള്ള ദുആ അല്ലാഹു സ്വീകരിക്കുകയില്ല. ദുആ ചെയ്യുമ്പോൾ മനസ്സറിഞ്ഞു പ്രാർത്ഥിക്കുക. തൻ്റെ ആവശ്യം പൂർത്തീകരിച്ചു തരുവാൻ ശക്തിയുള്ള ഒരേ ഒരു ഇലാഹിൻ്റെ മുന്നിലേക്കാണ് ഞാൻ എൻ്റെ ആവശ്യം പറയുന്നത്. അസ്മാഉൽ ഹുസ്നയിലെ ഓരോ നാമത്തിൻ്റെയും മഹത്വം എത്ര പറഞ്ഞാലും തീരില്ല. ഈ നാമങ്ങൾ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലുമുള്ള എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് നേടിയെടുക്കാം. നമുക്കൊരിക്കലും വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകില്ല. അതെല്ലാം നമുക്ക് നീക്കിയെടുക്കാം. ഏത് ആഗ്രഹമായിക്കോട്ടെ, എല്ലാം പെട്ടെന്ന് റെഡിയായി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഇസ്മ മാത്രം ചൊല്ലിയാൽ മതി. നമ്മൾ ഏത് ആഗ്രഹത്തിന് വേണ്ടിയായിരുന്നാലും ആ കാര്യത്തിന് വേണ്ടി നിയ്യത്ത് വെച്ച് ഓതിയാൽ അത് ഉറപ്പായിട്ടും നടക്കും. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും ഹലാലായ ആഗ്രഹങ്ങൾ അല്ലാഹു നടത്തി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.